ഇപ്പം നിലവിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആശ്വാസ്. അതായത് അടുത്ത 3 മാസക്കാലത്തേക്ക് നമ്മൾ ജപ്തി നടപടികളും ലേലവും എല്ലാം തന്നെ നിർത്തിവെച്ച് വൺ ടൈം സെറ്റിൽമെൻറ്റ് നൽകുന്ന ഒരു പദ്ധതിയാണത്. അത് നിരവധി മനുഷ്യർക്ക് അത് ആശ്വാസം പകരുന്നുണ്ട്. കാരണം ഞാൻ മന്ത്രിസഭയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്ന ഒരു വിഷയം ഇത്തരത്തിൽ ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നുള്ളതായിരുന്നു. ലോൺ എടുത്തവർക്ക് അതൊരാശ്വാസം പകർന്നു. സംഘങ്ങളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാതിരുന്ന കടം തിരികെ ലഭിച്ചു. അപ്പോൾ 2 തരത്തിലും ഗുണകരമായതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അത് വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന്, സംഘങ്ങളെ ശക്തിപ്പെടുത്തണം. സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് റിവൈവൽ പദ്ധതികൾ, സംഘങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതികൾ വളരെയധികം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമുണ്ട്. അത് സഹകരണ വകുപ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനിലാണ്. ഞങ്ങളത് വൈകാതെ പ്രഖ്യാപിക്കും. 2, ഡിപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുക എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നയമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ തന്നെ സർക്കാർ ആ കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുമുള്ള പ്രവർത്തനങ്ങളും കൃത്യമായ രൂപകൽപ്പനയോടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ആ വിഷയത്തിന് നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കും. സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും.